അഭിമാനത്തിന്റെ സുപ്രഭാതം ഓരോ ഭാരതീയനും നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ആസൂത്രണ മികവിന്റെ ഉസ്താദിന് 100 കോടി നന്ദി. 26 പേരുടെ രക്തത്തിന് ഇന്ത്യ ഇതാ മറുപടി നൽകിയിരിക്കുന്നു. അതും പാകിസ്ഥാൻ മണ്ണിൽ കാലുകുത്താതെ. താലിയറ്റ സിന്ദൂരമാഞ്ഞ മുഖങ്ങൾക്ക് ഇതാ രാജ്യത്തിന്റെ മറുപടി. ഓരോ സ്ത്രീയും, അത് പഹൽഗാമിൽ പ്രിയപ്പെട്ടവരുടെ ജീവൻ പോകുന്നത് കൺമുന്നിൽ കണ്ട ഓരോ സ്ത്രീയും കണ്ണീരിനിടയിലും അഭിമാനത്തോടെ വിളിക്കുകയാണ് ഭാരത് മാതാ കി ജയ്. പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ. ഇന്ന് രാജ്യത്തുടനീളം മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുമെന്ന സന്ദേശം പാകിസ്ഥാൻ ഒന്ന് ആശ്വസിക്കാൻ വക നൽകി. തീരെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി പാതിരാത്രിയിൽ ആഞ്ഞടിച്ച് ഇന്ത്യ വേണമെങ്കിൽ നെഞ്ചത്തും കയറിയടിക്കുമെന്ന വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്. കര, നാവിക, വ്യോമസേനയുടെ കരുത്തുകൂട്ടി ഇന്ത്യയുടെ മിസൈൽ ആക്രമണം പാകിസ്ഥാൻ മണ്ണിൽ. നമുക്ക് അഭിമാനിക്കാം. ഇന്ന് പുലർച്ചെ 1:44 സൈന്യത്തിന്റെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് സംയുക്ത സൈനിക ആക്രമണം നടത്തിയത്. ബഹവൽപൂർ, മുസാഫറാബാദ്, കോട്ട്ലി, മുരുട്കി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത്. ഹാഫിസ് സയ്യിദ് നയിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനമാണ് മുരുട്കി. പാക് പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂർ മസൂദ് അസ്ഹറിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ താവളമാണ്. 5 മിസൈൽ ആക്രമണം ഉണ്ടായെന്നും 3 പേർ കൊല്ലപ്പെട്ടെന്നും 12 പേർക്ക് പരിക്കേറ്റതായും പാക് സൈന്യം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ സൈനിക ആക്രമണങ്ങൾ നടത്തിയതായി സ്ഥിരീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രസ്താവന ഇറക്കി. തിരിച്ചടിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 6 സ്ഥലങ്ങളിലായി 24 ആക്രമണങ്ങൾ നടന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നീതി നടപ്പാക്കിയെന്നും കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമത്തിൽ സൈന്യം പ്രതികരിച്ചു. കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നുവെന്നാണ് ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം എക്സ്പോസ്റ്റിൽ വിശേഷിപ്പിച്ചത്. പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല, ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടത് എന്നും കൃത്യമായ സംയമനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത് എന്നും സൈന്യം വ്യക്തമാക്കുന്നു. അതേസമയം കശ്മീരിലെ പുഞ്ച് രജൌരി മേഖലയിലെ ഭിംബർഗലിൽ പാക് സൈന്യം വെടിവെപ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു. തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതലേ സൂചന നൽകിയ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിരുന്നു. പാക് പൗരന്മാർക്ക് അനുവദിച്ച എല്ലാ വിസകളും റദ്ദാക്കിയ ഇന്ത്യ അട്ടാരി അതിർത്തിയും അടച്ചു. ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുകയും വ്യോമ അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം പാകിസ്ഥാൻ വിരണ്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് അവിടെ നിന്നുള്ള എല്ലാ വാണിജ്യ വിമാന ഗതാഗതവും നിർത്തിയിരിക്കുന്നു. പെട്ടെന്നുള്ള ഈ നീക്കം വ്യോമ ഗതാഗതത്തെ താളം തെറ്റിച്ചിട്ടുണ്ട്. നിലവിൽ 3 വിമാനങ്ങൾ ഇതര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. ഈ വിമാനങ്ങൾ പെഷവാറിലെയും സമീപ നഗരങ്ങളിലെയും വിമാനത്താവളങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇനിയും നടപടി ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്നാണ് അടിയന്തര നടപടികൾ ആരംഭിച്ചത് എന്ന് പാക് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നു. റാവൽപിണ്ടിയിൽ പാകിസ്ഥാൻ വ്യോമസേന ജെറ്റുകൾ തുടർച്ചയായി പട്രോളിംഗ് നടത്തിയതായും ആകാശത്ത് ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്നതായും ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കറാച്ചി, ലാഹോർ, മുൾട്ടാൻ, ഫൈസലാബാദ്, കാഡു, പെഷവാർ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.